ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു സ്ത്രീയുടെ മഹർ അവളെ ത്വലാഖ് ചൊല്ലിയാൽ അത് ഭാര്യക്കുള്ളതാണോ ഭർത്താവിനുള്ളതാണോ? ബന്ധപ്പെടുന്നതിന് മുമ്പ് ത്വലാഖ് ചൊല്ലിയാൽ ഹുക്കുമെന്ത്? മഹർ ആർക്ക് കിട്ടും? തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മഹർ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട അവകാശമാണ്. നിക്കാഹ് നടക്കുമ്പോൾ അത് പറയൽ സുന്നത്താണ്. പറഞ്ഞിട്ടില്ലെങ്കിലും സ്ത്രീക്ക് മഹർ കിട്ടണം. മഹർ സ്ത്രീക്ക് അവളുമായി ലൈംഗിക ബന്ധം ഉണ്ടാവലോട് കൂടെ മഹർ മുഴുവനും സ്ത്രീയുടേതായി മാറി. പിന്നീട് ത്വലാഖ് നടന്നാലും നടന്നില്ലെങ്കിലും മഹർ അവൾതായി. വത്തോട് കൂടെ, വത്ത് എന്ന് പറയും ലൈംഗിക ബന്ധത്തിന്, അല്ലെങ്കിൽ ജിമാഅ്, അതോടുകൂടെ മഹർ അവൾതായി. അപ്പം മഹർ മുഴുവനും അവൾക്ക് ആവുന്ന ഒരു കാരണം ഈ ബന്ധം നടക്കുക എന്നതാണ്. ബന്ധം നടക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാലോ? രണ്ടാലൊരാള്, ഭാര്യ ഭർത്താവോ, നിക്കാഹ് നടന്നിട്ടുള്ളൂ, ബന്ധം നടന്നിട്ടില്ല, ഭാര്യ ഭർത്താവ് മരണപ്പെട്ടു. അപ്പോൾ മഹർ ആർക്ക് കിട്ടും? ഒരാളുടെ മരണം സംഭവിച്ചു, ഭാര്യന്റെ ഭർത്താവിന്റെ. ഈ മഹർ ഭാര്യന്റേതായിട്ടാണോ ഭർത്താവിന്റേതായിട്ടാണോ കണക്കാക്കുക? ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് കാണാം, വയതഖററു കുല്ലുഹു ബിമൗത്തിൽ അഹദിഹിമാ വലൗ ഖബലൽ വത്തി. ബന്ധപ്പെടുന്ന മുമ്പ് ആണെങ്കിലും അല്ലെങ്കിലും മഹർ അവളുടേതായി മാറും. മരണത്തോടുകൂടെ ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും ആ മഹർ സ്ത്രീയുടേതായി മാറും. അതിൽ സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ട് എന്ന് ഫത്ഹുൽ മുഈനിൽ വ്യക്തമായി പറഞ്ഞു. അപ്പൊ രണ്ട് രീതി നമ്മൾ പറഞ്ഞു. ഒന്ന്, വത്ത് നടക്കുക, ബന്ധം നടക്കുക, അപ്പോൾ മഹർ അവൾതാകും. രണ്ടാലൊരാള് മരണപ്പെട്ടു, അത് വത്തിന് മുമ്പ്, ബന്ധത്തിന് മുമ്പാണെങ്കിലും അത് പെണ്ണിന്റേക്കാകും. അപ്പൊ പെണ്ണിനേക്കാകുന്ന രണ്ട് രൂപമായി. ബന്ധം എന്ന് പറഞ്ഞാല് അവിടെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഹസ്ഫയുടെ ഭാഗം മാത്രം അറിയൽ കൊണ്ട് തന്നെ ബന്ധം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മറ്റു വിഷയം, മഹർ പകുതി സ്ത്രീക്കും പകുതി പുരുഷനും കിട്ടുന്ന രൂപം, അത് ത്വലാഖ് മുഖേന, ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് ത്വലാഖ് മുഖേന വേർപ്പെടുത്തപ്പെട്ടാൽ, ലൈംഗിക ബന്ധങ്ങൾ നടക്കുന്ന മുമ്പേ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയാൽ മഹർ പകുതിയാകും. സ്ത്രീക്ക് പകുതിയും പുരുഷൻക്ക് പകുതി എന്ന് പറഞ്ഞാൽ ഫുള്ള് സ്ത്രീക്ക് കിട്ടൂല. അപ്പൊ പകുതിയാകുന്ന രൂപം ത്വലാഖ് നടക്കുക എന്നതാണ്. എന്തിനു മുമ്പ്? ബന്ധത്തിനു മുമ്പ്. ത്വലാഖിൽ ഖുൽഅ് പെടും. അവൾ പൈസ കൊടുത്തിട്ട്, പുരുഷൻക്ക് പൈസ കൊടുക്കുക ഭർത്താവിന്, ഇന്ന ത്വലാഖ് തരണം എന്ന് പറഞ്ഞിട്ട്, അതിനാണ് ഇങ്ങോട്ട് ഭർത്താവ് ത്വലാഖ് ചെയ്യില്ല, അതിനാണ് ഖുൽഅ് എന്ന് പറയാ. അതും ത്വലാഖിൽ പെടും. കൂടുതൽ വിവരിക്കുമ്പോൾ മനസ്സിലാകാതെയാവും. ഏതായിരിക്കട്ടെ, ബന്ധപ്പെടുന്ന മുമ്പ് ത്വലാഖ് നടന്നാൽ മഹർ സ്ത്രീക്ക് പകുതിയെ കിട്ടുള്ളൂ, ഫുള്ള് കിട്ടൂല. അത് മനസ്സിലാക്കിയോളെ. ഇനിയിപ്പോ മൂന്നാമത്തെ രീതി പറയണമെങ്കിൽ പറയാം, എത്തുന്നുള്ളൂ. അതെന്താ? മൂന്നാമത്തെ അല്ല, നാലാമത്തെ രീതി. ഭർത്താവ് ചെലവിന് തരുന്നില്ല, അങ്ങനെ കേസായി. ഭർത്താവ് കഴിവില്ല എന്ന് സ്ഥിരപ്പെട്ടു, ചെലവിന് തരാനുള്ള കഴിവില്ലാത്ത ഭർത്താവാണ്. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാണ്.
അങ്ങനെയുള്ള ഘട്ടത്തിൽ ഭാര്യ ഫസ്ഖ് ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്ഖ് പരസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണാം. അതായിരിക്കട്ടെ, എന്തോ കാരണത്താൽ ഇതുപോലെ ചെലവ് കിട്ടാത്തത് കൊണ്ടോ മറ്റോ ഫസ്ഖ് വിധിക്കപ്പെട്ടു. ഫസ്ഖ് ചെയ്യാൻ ഭാര്യയാണ് ഫസ്ഖ് ചെയ്യുന്നത് കോടതി മുഖേന. അങ്ങനെ ഫസ്ഖ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഫസ്ഖ് വിട്ടുപിരിച്ചു. ത്വലാഖിന് മുമ്പാണ്, അല്ല വിട്ടുപിരിച്ചു, ഈ ബന്ധത്തിന് മുമ്പാണ് എങ്കിൽ അവിടെ ആ മഹർ ഫുള്ള് പുരുഷൻക്കുള്ളതാണ്, സ്ത്രീക്ക് ഒരു 5 വെച്ചിട്ടില്ല. ബന്ധത്തിന് മുമ്പാണ്, അവളാണ് ഫസ്ഖ് ചെയ്യുന്നത്. ഇവൻ ചെലവ് തരാത്തത് കൊണ്ട് അങ്ങനെ കേസായി പ്രശ്നമായി, അങ്ങനെ ഫസ്ഖ് ചെയ്തു. അവളാണ് ഫസ്ഖ് ചെയ്യുന്നത്. ബന്ധത്തിന് മുമ്പാണെങ്കിൽ മഹർ ഫുള്ള് അവൻക്ക് വിട്ടുകൊടുക്കേണ്ടി വരും, പെണ്ണിനുള്ളതല്ല. ഇതാണ് നിയമങ്ങൾ. ഇനിയിപ്പോ ഒരാള് മഹർ ജന്നെടുത്തോ എനിക്ക് വേണ്ട എന്ന് ആരോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പറഞ്ഞാല് അങ്ങനെ എടുക്കാം. അത് പിന്നെ അവരുടെ വക ഹദിയായിട്ടോ സ്വതക്കയായിട്ടോ കൊടുക്കുകയാണെന്ന് വെക്കണം. പൊതുവെ ഉള്ള ഇസ്ലാമിന്റെ കൃത്യമായ നിയമം ഇതാണ്. നീ ഒരാള് പൊരുത്തപ്പെട്ട് കൊടുത്താൽ പ്രശ്നമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടാം. ഇതാണ് അതിന്റെ നിയമം. ഇത് മനസ്സിലാക്കണം, പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.